സങ്കീർത്തകൻ ഇപ്രകാരം പറയുകയാണ്: കർത്താവേ, അങ്ങേക്ക് കൃതജ്ഞത അർപ്പിക്കുന്നതും അങ്ങേക്ക് സ്തുതികൾ അർപ്പിക്കുന്നതും എത്രയോ ശ്രേഷ്ഠമാണ് എന്ന്. സ്നേഹമുള്ളവരെ, തുടർന്നുള്ള സമയങ്ങളിൽ കർത്താവിനെ നമ്മൾ സ്തുതികൾ അർപ്പിക്കുവാൻ, ആരാധന അർപ്പിക്കുവാൻ ദൈവം ഒരുക്കിയ ഒരു അവസരം കൂടിയാണ് തുടർന്നുള്ള സമയങ്ങളിൽ. തീർച്ചയായും ഈ അനുഗ്രഹത്തിൻ്റെ സമയങ്ങളിൽ നിങ്ങൾ ഹൃദയം തുറന്ന് സ്തുതിക്കണം, മനസ്സ് തുറന്ന് സ്തുതിക്കണം. അതിനായി നിങ്ങൾ എല്ലാവരും ക്ഷണിക്കുകയാണ്. തുടർന്നുള്ള സമയങ്ങളിൽ ഈ സ്തുതി ആരാധനയ്ക്ക് നേതൃത്വം നൽകുന്നത് ശ്രീ ബിജു ഡാനിയലാണ്. അദ്ദേഹത്തോട് ചേർന്നുകൊണ്ട് തുടർന്നുള്ള സമയങ്ങളിൽ മനസ്സ് തുറന്ന് നമുക്ക് ദൈവത്തെ സ്തുതിക്കുകയും അദ്ദേഹത്തെ വേദിയിലേക്ക് ക്ഷണിക്കുകയും ചെയ്യാം. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ സാധാരണക്കാരായ മനുഷ്യരാണ്. പലപ്പോഴും അറിഞ്ഞോ അറിയാതെയൊക്കെ ഞാനും നിങ്ങളുമൊക്കെ പലരോടും പറയാറുണ്ട്, എനിക്കൊരുത്തൻ്റെ സഹായം വേണ്ട, ഇല്ലേ, ഞാനിതൊക്കെ തന്നെ ചെയ്തോളാം, എന്നെയാണോ പഠിപ്പിക്കാൻ വരുന്നത്, ചോദിക്കാറില്ലേ? ചിലപ്പോഴൊക്കെ നമ്മളങ്ങനെ ചോദിച്ചു പോകും. പ്രിയമുള്ളവരെ, മനുഷ്യൻ അവൻ്റേതായ പ്രചോദനത്താൽ ചില സമയങ്ങളിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കാറുണ്ട്. എന്നാൽ വേദപുസ്തകത്തിൽ വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 16-ാം തിരുവചനത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: എന്നെന്നും നിങ്ങളോടുകൂടെ ആയിരിക്കുവാൻ ഞാൻ ഒരു സഹായകനെ നിങ്ങൾക്ക് നൽകും. ഹല്ലേലൂയ. ആരാണ് സഹായകൻ? പരിശുദ്ധാത്മാവ്. നമുക്കറിയാം, പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പരിശുദ്ധാത്മാവ് നിത്യസഹായകനാണ്. പ്രിയമുള്ളവരെ, പെട്ടെന്ന് സഹായകനാണെന്ന് നമുക്കറിയാം. എങ്കിലും ആരാണ് സഹായകൻ? നമ്മുടെ ഹൃദയത്തിൽ ഒരു ബോധ്യം കിട്ടുവാനായിട്ട് ഒരു അനുഭവം ഞാൻ പറയാം. ഒരിക്കൽ ഞങ്ങൾ ബാംഗ്ലൂർ ഇങ്ങനെ പോവുകയാണ്. അപ്പോൾ ഞങ്ങളെ കൊണ്ടുവിടുന്ന സഹോദരൻ, റെയിൽവേ സ്റ്റേഷനിലേക്ക് കൊണ്ടുവിടുന്ന സഹോദരൻ ഞങ്ങളോട് പറഞ്ഞു, ഈ വഴി പോയാൽ ഭയങ്കര ട്രാഫിക്കാണ്, അതുകൊണ്ട് നമുക്ക് ഷോർട്ട് കട്ടിലൂടെ പോകാം എന്ന് പറഞ്ഞ് അദ്ദേഹം ഒരു വഴിയിലൂടെ ഞങ്ങളെ ഇങ്ങനെ കൊണ്ടുപോവുകയാണ്. കുറേ ദൂരം ചെന്ന് കഴിഞ്ഞപ്പോൾ കേരളത്തിലുള്ളതുപോലെ അവിടെ റോഡ് പണി നടക്കുന്നു, റോഡ് ബ്ലോക്കാണ്. എന്ത് ചെയ്യണമെന്ന് കൊണ്ടുപോയ ആളിനും അറിഞ്ഞുകൂടാ. നമ്മളെ കൊണ്ടുപോയ ഗൈഡിന് വഴി തെറ്റിപ്പോകുന്നു. അദ്ദേഹം അടുത്ത ആൾക്കാരോട് ചോദിക്കുന്നു, അവർക്ക് അറിഞ്ഞുകൂടാ. അവർ പറഞ്ഞു നേരെ തിരിച്ച് മറ്റേ വഴി കൂടെ പോകാൻ പറഞ്ഞു. അത് ഏത് വഴിയാണെന്ന് അറിഞ്ഞുകൂടാ. ഞങ്ങൾ പോയ വഴിക്ക് 2-3 പേരോട് ചോദിച്ചു, ആർക്കും അറിഞ്ഞുകൂടാ. അങ്ങനെ പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? വഴി തെറ്റി കഴിയുമ്പോൾ ട്രെയിനിന് സമയമാകാറാകുന്ന ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. പരിശുദ്ധാത്മാവെ വഴി കാണിച്ചു തരണമെന്ന് പ്രാർത്ഥിക്കാനായിട്ട് തുടങ്ങും. അങ്ങനെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഒരു സ്കൂട്ടറുകാരൻ ആരെയോ നോക്കി നിൽക്കുന്നത് പോലെ ഇങ്ങനെ നിൽക്കുകയാണ്. അപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഞങ്ങളെ നോക്കി നിൽക്കുകയാണെന്ന് തോന്നും. അപ്പോൾ ചോദിച്ചു, സഹോദര, റെയിൽവേ സ്റ്റേഷനിലേക്കുള്ള വഴി? ഉടനെ അദ്ദേഹം പറഞ്ഞു, ഓ, നിങ്ങൾക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോകാനാണോ? അതാണ് വഴി, അവിടെ ബ്ലോക്കാണ്. എങ്കിലൊരു കുഴപ്പമില്ല, ഫോളോ മീ. ഇദ്ദേഹം നേരെ സ്കൂട്ടർ വിട്ടു പോകുന്നു. ഓരോ ജംഗ്ഷനിലും ചെല്ലുമ്പോൾ തിരിഞ്ഞു നോക്കുന്നു, ഞങ്ങൾ പുറകെ ഉണ്ടോ എന്ന്. കുറേ ദൂരം കഴിഞ്ഞപ്പോൾ ചെന്ന് പറഞ്ഞു, അതാ അവിടെ നിന്നും വലത്തേക്ക് പോയ റെയിൽവേ സ്റ്റേഷൻ. അപ്പോൾ ഡ്രൈവർക്ക് മനസ്സിലായി കറക്റ്റ് വഴിയാണെന്നുള്ളത്. ഈ സഹായകൻ തിരികെ പോയി. ഹല്ലേലൂയ. അത്യാവശ്യമുള്ള സമയത്ത് വഴിമുട്ടി നിൽക്കുമ്പോൾ നിന്റെ മുൻപിൽ സഹായിക്കുവാൻ കടന്നു വരുന്നവനെയാണ് സഹായകൻ എന്ന് പറയുന്നത്. ഹല്ലേലൂയ, ഹല്ലേലൂയ. വിളിക്കുമ്പോൾ ഓടി വരുന്ന സഹായകനാണ് പരിശുദ്ധാത്മാവ്. ജീവിതത്തിന്റെ പ്രതിസന്ധികളിൽ, വേദനകളിൽ, ദുഃഖങ്ങളിൽ, ഭാരങ്ങളിൽ സഹായിക്കുവാൻ ദൈവത്താൽ നിയോഗിതനായിരിക്കുന്ന, നിത്യകാലവും കൂടെ ഇരിക്കുവാനുള്ളവനാണ് പരിശുദ്ധാത്മാവെന്ന സഹായകൻ. ഒന്ന് സ്വരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. കരമുയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. അല്പമൊടി ഉച്ചത്തിൽ. പ്രിയമുള്ളവരെ, ഒരിക്കൽ ശാലോമിന്റെ ശാന്തിവാഹിനി ശുശ്രൂഷ, ഇടവകളിലൊക്കെ നടക്കുന്ന ശുശ്രൂഷയാണ്. അങ്ങനെ വയനാട്ടിൽ ഒരു ഇടവകയിൽ ചെന്നു. ശാലോം പ്രസിദ്ധീകരണങ്ങൾ വിതരണം ചെയ്യുന്ന ഒരു ഏജന്റിന്റെ വീട്ടിലാണ് താമസിക്കുന്നത്. ശുശ്രൂഷ കഴിഞ്ഞിട്ട് രാത്രിയിൽ ഇങ്ങനെ ഏജന്റിനോടും ഭാര്യയോടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ ചേച്ചി ഇപ്രകാരം പറഞ്ഞു, ഞങ്ങളുടെ ജീവിതത്തിൽ പരിശുദ്ധാത്മാവ് ഇടപെട്ട ഒരു അനുഭവമുണ്ട്, നിങ്ങൾ കേൾക്കണോ? ഞങ്ങൾ പറഞ്ഞു കേൾക്കണം, പറഞ്ഞാട്ടെ. ആ വീട്ടിൽ കിണറില്ല, കിണറുണ്ട്, കിണറ്റിൽ വെള്ളമില്ല. അപ്പോൾ ഈ ചേട്ടൻ വെള്ളമില്ലാത്തതുകൊണ്ട് ഒത്തിരി കഷ്ടപ്പെട്ടിരിക്കുക. അപ്പോൾ ആരൊക്കെയോ പറഞ്ഞു, കുഴൽക്കിണർ കുത്തിയാൽ മതി, വെള്ളം കിട്ടും. അങ്ങനെ ഇദ്ദേഹം എന്ത് ചെയ്യുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, കുഴൽക്കിണറോട് അദ്ദേഹം താല്പര്യമില്ല. അദ്ദേഹം ഒരു 10,000 രൂപ സംഘടിപ്പിച്ചു. 10,000 രൂപ സംഘടിപ്പിച്ചിട്ട് പറഞ്ഞു, ഈ 10,000 രൂപ കൊണ്ട് തീരുന്ന കുഴൽക്കിണറുണ്ടെങ്കിൽ മതി എന്ന് അദ്ദേഹം അങ്ങ്
തീരുമാനിച്ചു. അപ്പോൾ ആൾക്കാർ പറഞ്ഞു, നീ അങ്ങനെ വാശി പിടിക്കരുത്, ചിലപ്പോൾ അല്പം കൂടെ ഒക്കെ കുത്തേണ്ടി വരും. എത്ര കുത്തിയാലും 10,000-ന് തീരണം. ഇതാണ് ചേട്ടൻ്റെ വാശി. പ്രിയമുള്ളവരെ, കുഴൽക്കിണർ കിട്ടാനായിട്ട് തുടങ്ങി. ഏതാണ്ട് 5,000 രൂപയുടെ പണി കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല. 8,000 രൂപയുടെ പണി കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല. 9,000 രൂപയുടെ പണി കഴിഞ്ഞു, ഒരു രക്ഷയുമില്ല. ഇനിയും കേവലം ഒരു 4-5 അടി കൂടി മാത്രം കുത്തുവാനായിട്ടുള്ള പണം മാത്രമേ ബാക്കിയുള്ളൂ. പ്രിയമുള്ളവരെ, ഈ സമയത്ത് തലേ ദിവസം രാത്രി ആയപ്പോൾ മുതൽ ചേച്ചിയുടെ മനസ്സിൽ ആദി കയറാൻ തുടങ്ങി. വെള്ളമില്ലാത്തതിൻ്റെ കഷ്ടപ്പാട് ചേട്ടനല്ലല്ലോ കൂടുതലും, ചേച്ചിക്കല്ലേ. അതുകൊണ്ട് ചേച്ചി വീടിൻ്റെ ഉള്ളിൽ മുട്ടിന്മേൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കിണറിലേക്ക് ഇറങ്ങി വരണമേ, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കിണറിലേക്ക് ഇറങ്ങി വരണമേ. പ്രിയമുള്ളവരെ, ഉറങ്ങാതെ മുട്ടുമേ നിന്ന് കരങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ചേച്ചി പ്രാർത്ഥിക്കുക, പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ കിണറിലേക്ക് ഇറങ്ങി വരണമേ. പ്രിയമുള്ളവരെ, പ്രാർത്ഥന അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുന്നു. പിറ്റേ ദിവസം കിണർ കുത്തൽ ആരംഭിച്ചു. അങ്ങനെ അവസാനത്തെ 5 അടിയിലെത്തി, നനവിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. അവസാനത്തെ 4 അടിയിലെത്തി, നനവിൻ്റെ ഒരു ലക്ഷണം പോലുമില്ല. ചേച്ചി നിലവിളിക്കാൻ തുടങ്ങി. സന്തോഷമൊക്കെ മാറിപ്പോയി. നിലവിളിച്ചുകൊണ്ട് പരിശുദ്ധാത്മാവേ എന്ന് പറഞ്ഞ് നിലവിളിക്കുകയാ. പ്രിയമുള്ളവരെ, 3 അടി കൂടി കുത്താൻ മാത്രം ബാക്കിയുണ്ട്. ആ സമയമായപ്പോൾ ചേച്ചി ഇപ്രകാരം ഒരു ദർശനം കാണുകയാണ്. ഒരു വെള്ളിടി പോലൊരു പ്രാവ് ഈ കുഴിയിലേക്ക് ഇറങ്ങി വരുന്നു. ആ സമയത്ത് കുഴിയിൽ നിന്നും അയ്യോ എന്നൊരു ശബ്ദം. പ്രിയമുള്ളവരെ, പൈപ്പ് പൊട്ടിയാൽ വെള്ളം ചീറ്റുന്നത് പോലെ ഈ ഉണങ്ങിയ മണ്ണിൽ നിന്നും വെള്ളം ചീറ്റിത്തെറിക്കാനായിട്ട് തുടങ്ങി. ഹല്ലേലൂയ! പ്രിയമുള്ളവരെ, പ്രതിസന്ധികളിൽ ഏത് സാഹചര്യങ്ങളും ഏത് പാറക്കെട്ടുകളെയും തകർക്കുവാൻ കഴിവുള്ള ദൈവത്തിന്റെ അത്ഭുത ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഹല്ലേലൂയ! ഇത് കാർമേൽ മലയിൽ നനഞ്ഞ ബലിവസ്തുവിന്റെ മേൽ ഏലിയായുടെ പ്രാർത്ഥന കേട്ട് അഗ്നി ഇറക്കിയ ദൈവത്തിന്റെ ശക്തിയാണ്. സഹിയോൻ മാളികയിൽ പ്രാർത്ഥിച്ചിരുന്ന സ്ത്രീയന്മാരുടെ മേൽ, തീനാവുകളുടെ മേൽ ഇറങ്ങി വന്ന അത്ഭുതകരമായ ശക്തിയുടെ പേരാണ് പരിശുദ്ധാത്മാവ്. ഇത് വിടുതലിന്റെ ശക്തിയാണ്, ഇത് വിമോചനത്തിന്റെ ശക്തിയാണ്, ഇത് സൗഖ്യത്തിന്റെ ശക്തിയാണ്, ജ്ഞാനം പകരുന്ന ശക്തിയാണ്. പ്രിയമുള്ളവരെ, ഈ ഗാനത്തോടൊപ്പം ചേർന്നുകൊണ്ട് നമുക്ക് പാട്ടുപാടി പരിശുദ്ധാത്മാവിനെ ആഗ്രഹിച്ച് പ്രാർത്ഥിച്ച് സ്തുതിക്കാം. എഴുന്നേറ്റ് നിൽക്കാം. വിടുതലായി വരുന്ന പരിശുദ്ധാത്മാവ്, അഗ്നിയായി വരുന്ന പരിശുദ്ധാത്മാവ്, പാവനാത്മാവ് ജീവശക്തിയാണ്. കാർമലിൽ ഇറങ്ങി വന്നവൻ, സഹിയോൻ മാളികയിൽ ഇറങ്ങി വന്നവൻ ഇതാ ഈ ആലയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരുവാനായി പോകുന്നു. നന്നായി കരങ്ങളടിച്ചുകൊണ്ട് ജ്വാലയായി വന്നു പടരണേ ജീവശക്തി. വിടുതലായി വന്ന് അഗ്നിജ്വാലയായി കർമ്മലിലെ മലയിൽ ഏലിയാവിനൊപ്പം പാറിപ്പറന്ന് ജ്വലിച്ചു നിന്നവനെ, വിടുതലായി വന്നു വീശിടും പാവനാത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തി. വിടുതലായി വന്നു വീശിടും പാവനാത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തി. ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ ആഴിയുടെ മേലെ ദൈവ
ദൈവത്തിന്റെ ചൈതന്യം വ്യാപരിച്ചിരുന്നു. അന്ധകാരത്തിന് മുകളിൽ ഇറങ്ങി വന്ന ചൈതന്യമാണ് ദൈവത്തിന്റെ ചൈതന്യം. ജീവിതത്തിലെ അന്ധകാരങ്ങളെ സമർപ്പിച്ചു കൊടുക്കാം. കർത്താവേ, ഞങ്ങളുടെ അന്ധകാരങ്ങളിലേക്ക് പ്രകാശമായി ഇറങ്ങി വരണമേ. പുതിയ സൃഷ്ടികളായി രൂപപ്പെടുത്തണമേ. അങ്ങയുടെ ജീവൻ കൊണ്ട് ഞങ്ങളെ നനയ്ക്കണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ആഴി തന്നോട് മീതെ ചലിച്ചു നിന്നവനെ, ഭൂമി രൂപമാകാ വചനമേകിയോനേ. ചേർന്ന് പാടാം. തന്നോട് മീതെ ചലിച്ചു നിന്നവനെ, ഭൂമി രൂപമാകാ വചനമേകി ആദ്യം മുതലുള്ളതാണ്, അന്ത്യം വരെ. നിത്യകാല സഹായക, എന്നും കൂടെയുള്ളതും മാറ്റമില്ലാതുള്ളതും നീതിന്യായ വഴികളെ പകരുന്നതേ. വീടുകളായി വന്നു വീശിടും ആത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തി. വീടുകളായി വന്നു വീശിടും പാവനാത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തിയേ. ഇരുവശത്തെ കരങ്ങൾ മാറി വരെ അടിക്കാം. എല്ലാവരും ഇടതും വലതും സന്തോഷത്തോടെ. ഇനി കരങ്ങൾ ഉയർത്തി അടിക്കാം. കരങ്ങൾ താഴ്ത്തി. ജീവശക്തിയെ പകർന്നേകിയോനേ, മരുവിൽ വഴി കാട്ടിയ മുന്നേ നിന്നവനേ. ജീവശക്തിയെ പകർന്നേകിയോനേ, മരുവിൽ വഴി കാട്ടിയ മുന്നേ നിന്നവനേ. ആദ്യം മുതലുള്ളത്, നിത്യകാല സഹായക, എന്നും കൂടെയുള്ളതും മാറ്റമില്ലാതുള്ളതും നീതിന്യായ വഴികളെ പകരുന്നതേ. വിടുതലായി വന്നു വീശിടും പാവനാത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തിയേ. വിടുതലായി വന്നു വീശിടും പാവനാത്മനേ, അഗ്നിജ്വാലയായി വന്നു പടരണേ ജീവശക്തിയേ. വീണ്ടും കരങ്ങൾ മാറി മാറി. കാലുകളൊക്കെ ഒന്ന് മാറ്റി മാറ്റി ചവിട്ടി. ഇടത്തോട്ടും വലത്തോട്ടും ശരീരത്തിരിച്ചോട്ട് എല്ലാവരും ഇളകട്ടെ. ആത്മാവ് ഇറങ്ങി വരട്ടെ. കരങ്ങൾ ഉയർത്തി അടിച്ച് സൗഖ്യം നൽകി എന്നെ അനുഗ്രഹിക്കണമേ, ശാന്തി ഏകി എന്നിൽ തിരുകൃപകൾ
കരങ്ങൾ നെഞ്ചോടൊന്ന് ചേർത്ത് വെക്കാം. സ്വസ്ഥാനങ്ങളിൽ ഇരുന്നു കൊണ്ട് ആത്മാവിന് വേണ്ടി ദാഹിക്കാം. പരിശുദ്ധാത്മാവേ, എൻ്റെ ഉള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. കരങ്ങൾ നെഞ്ചോട് ചേർന്നിരിക്കട്ടെ, കണ്ണുകൾ അടഞ്ഞിരിക്കട്ടെ. ആത്മാവിന് വേണ്ടി ദാഹിക്കാം. വിടുതലായി, ശക്തിയായി, അഭിഷേകമായി കാർമൽ മലയിൽ നനഞ്ഞ ബലിവസ്തുവിന്റെ മേലും ബലിപീഠത്തിന്റെ മേലും അഗ്നിയായി ഇറങ്ങി വന്ന ബലിവസ്തുവിനെയും ബലിപീഠത്തെയും ചാലിലെ വെള്ളത്തെയും വറ്റിച്ച കർത്താവിന്റെ അഗ്നിയായി പരിശുദ്ധാത്മാവേ, ഈ ആലയത്തിലേക്ക് ഇപ്പോൾ ഇറങ്ങി വരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പ്രിയമുള്ളവരെ, അക്ഷരവിഹീനരായ സ്ലീഹന്മാരുടെ മേൽ, ഭയചകിതരായി ഒളിച്ചിരുന്നവരുടെ മേൽ അഗ്നിനാവുകളായി പരിശുദ്ധാത്മാവ് ഇറങ്ങി വന്നപ്പോൾ ലോകത്തിന്റെ അതിരുകളോളം രക്ഷയുടെ സുവിശേഷം എത്തിക്കുവാൻ അവർ ശക്തരായി തീർന്നു. അവർ ധീരന്മാരായി തീർന്നു. അവരെ കുറിച്ച് ലോകം ഇപ്രകാരം സാക്ഷ്യപ്പെടുത്തി, ഇതാ ഭൂമിയെ കീഴ്മേൽ മറിക്കുന്നവർ. ഹല്ലേലൂയ. അതെ, ഈ രാത്രിയിൽ നിന്നിലേക്ക് ദൈവത്തിന്റെ അഗ്നി ഇറങ്ങി വരുന്നത് ഭൂമിയെ കീഴ്മേൽ മറിക്കുവാനുള്ള ശക്തി നിന്നിലേക്ക് നിക്ഷേപിക്കുവാനാണ്. പരിശുദ്ധാത്മാവിന്റെ അഗ്നിയാൽ നിന്നെ പുതു സൃഷ്ടിയാക്കി മാറ്റുവാനായിട്ടാണ്. കരങ്ങളൊന്ന് ഉയർത്തി കർത്താവിനെ ഒരിക്കൽ കൂടി സ്തുതിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, കരങ്ങൾ താഴ്ത്താം. പ്രിയമുള്ളവരെ, നമ്മുടെ യോഗ്യത കൊണ്ടൊന്നുമല്ല നമുക്കിത് ലഭിക്കുന്നത്. ഇത് ദൈവത്തിന്റെ സൗജന്യദാനമാണ്. എഫേസോസ് എഴുതിയ ലേഖനത്തില് 2-ാം അധ്യായം 8-ാം തിരുവചനം പൗലോസ് ശ്ലീഹ പ്രകാരം പഠിപ്പിക്കുന്നു, വിശ്വാസം വഴി കൃപയാലാണ് നിങ്ങൾ രക്ഷിക്കപ്പെട്ടത്. അത് നിങ്ങൾ നേടിയെടുത്തതല്ല, അത് ദൈവത്തിന്റെ ദാനമത്രേ. അതെ, ദാനമാണ്. സൗജന്യമായി നൽകപ്പെടുന്നതാ രക്ഷ. സൗജന്യമായി നൽകപ്പെടുന്നതാണ് പരിശുദ്ധാത്മാവ്. നീ ഒന്ന് വിശ്വസിക്കുക നിന്റെ ദൈവത്തിൽ. അവൻ നിനക്ക് മതിയായവനാണ് നിന്റെ ഹൃദയത്തിൽ ഒന്ന് പറഞ്ഞാൽ മതി. ഏത് കടഭാരത്തിന്റെ മുകളിൽ നിന്നാലും, ഏത് അഗ്നികുണ്ഡത്തിന്റെ മുകളിൽ നിന്നാലും, ഏതു മാറാരോഗത്തിന്റെ വാതിൽക്കൽ നിന്നാലും ദൈവം തിരുമനസ്സായാൽ വിടുവിക്കുവാനായിട്ട് എളുപ്പമാണ്. ഹല്ലേലൂയ. കരങ്ങൾ ഉയർത്തി പറഞ്ഞേ ഹല്ലേലൂയ. വിശ്വാസത്തോടെ പറഞ്ഞേ ഹല്ലേലൂയ. പ്രിയമുള്ളവരെ, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ഈ രാത്രിയിൽ നിന്റെ ജീവിതത്തിലേക്ക് അത്ഭുതങ്ങൾ ഇറങ്ങി വരുവാനായിട്ട് തുടങ്ങുന്നു. അതെ, ദൈവം അനാദിയിലെ അവന്റെ കുരിശിലെ ബലിയാൽ നമ്മളേക്ക് രക്ഷ ഒരുക്കി തന്നു. അവന്റെ കുരിശിലൂടെയാണ് നമ്മുടെ ശിക്ഷ എടുത്തു മാറ്റപ്പെട്ടത്. ദൈവത്തിന്റെ സൗജന്യമായ രക്ഷയ്ക്ക് നമ്മളെല്ലാം പാത്രീഭൂതരായിരിക്കുക. വിശ്വസിക്കുന്നവരോടുകൂടി ഈ അടയാളങ്ങൾ ഉണ്ടായിരിക്കും എന്നാണ് മർക്കോസിന്റെ സുവിശേഷത്തിൽ നമ്മൾ വായിക്കുന്നത് 16-18. വിശ്വസിക്കുന്നവരോടുകൂടി അടയാളങ്ങൾ ഉണ്ടായിരിക്കും. ഇത്രമാത്രം എന്റെ ദൈവം എനിക്ക് മതിയായവനാണ്. ഈ രാത്രിയിൽ എന്റെ ദൈവം എന്നെ അനുഗ്രഹിച്ചു കഴിഞ്ഞിരിക്കുന്നു. അതെ, ഒരു ഉറപ്പുമില്ല നമുക്ക്. ദൈവമാണ് എന്റെ ഉറപ്പ്. അത് അനുഗ്രഹിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഞാൻ സൗഖ്യം പ്രാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. ഞാൻ വിജയിച്ചു കഴിഞ്ഞിരിക്കുന്നു. എന്റെ കടഭാരം മാറിയിരിക്കുന്നു. എന്റെ രോഗസൗഖ്യമായിരിക്കുന്നു. എന്റെ മക്കൾക്ക് ജോലി കിട്ടിയിരിക്കുന്നു. എനിക്ക് കുഞ്ഞിനെ കിട്ടിയിരിക്കുന്നു. ഹല്ലേലൂയ. വിശ്വസിക്കുക. ഈ രാത്രിയിൽ ദൈവത്തിന്റെ മുൻപിൽ ഒരു വിശ്വാസം ഉറപ്പിച്ചാൽ ദൈവം അത്ഭുതങ്ങൾ തരും. വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ കരങ്ങൾ ഉയർത്തി ഹല്ലേലൂയ പറഞ്ഞേ. അല്പം കൂടെ ശക്തമായി. അതെ, ഇത് സന്താപം തീരുന്ന രാത്രിയാ.
ഇത് സന്തോഷത്തിന്റെ രാത്രിയാ, ദൈവം ഇറങ്ങി വരുന്ന രാത്രി. അതുകൊണ്ട് ദൈവത്തിൽ വിശ്വസിക്കുന്നവർ, അനുഗ്രഹം പ്രാപിച്ചവർ എഴുന്നേറ്റ് നിന്ന് ആത്മാവിന്റെ ഫലങ്ങളായ സന്തോഷത്താൽ തുള്ളിച്ചാടിക്കൊണ്ട് നൃത്തം ചെയ്ത് ഗാനം ആലപിക്കുവാനായി പോകുന്നു. നന്നായി കരങ്ങളടിച്ച് കാലുകളൊക്കെ മാറ്റി മാറ്റി ചവിട്ടി കരങ്ങൾ കോർത്ത് നൃത്തം ചെയ്തുകൊണ്ട് ദൈവത്തെ സ്തുതിക്കുവാനായിട്ട് നമ്മൾ പോവുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. എഴുന്നേറ്റ് നിൽക്കാം. നന്നായി കരങ്ങളടിച്ച് പ്രാപിച്ചു എന്ന ബോധ്യത്തോടുകൂടി കാലുകളൊക്കെ മാറ്റി മാറ്റി ചവിട്ടി സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ, സന്തോഷത്തോടെ സന്താപം തീർന്നല്ലോ, സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. പരസ്പരം നോക്കിക്കൊണ്ട് ഒന്ന് വട്ടം കറങ്ങാം, വട്ടം കറങ്ങാം. എല്ലാവരും വട്ടം കറങ്ങിക്കൊണ്ട് പുറകിൽ ആരൊക്കെ നിൽക്കുന്നു കാണാം. Yes. നേരെ നീക്കാം, കാലുകൾ ചലിപ്പിച്ച് പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. നമ്മുടെ അവസ്ഥയാണ്. പാപത്തിൽ ഞാൻ പിറന്നു, ശാപത്തിൽ ഞാൻ വളർന്നു. പരമരക്ഷകൻ തൻ തിരുനീളം ചൊരിഞ്ഞു, പരമരക്ഷകൻ തൻ തിരുനീളം ചൊരിഞ്ഞു. എന്താ സംഭവിച്ചത്? പാപിയവനെയും വീണ്ടെടുത്തു, പാപിയവനെയും വീണ്ടെടുത്തു. കരമുയർത്തിയടിച്ച് സന്താപം തീർന്നല്ലോ, തുള്ളിച്ചാടി സന്തോഷം വന്നല്ലോ, സന്തോഷം എന്നിൽ വന്നല്ലോ. ഹല്ലേലൂയ, യേശു പാപം മോചിച്ചു, എന്നെ മുറ്റും രക്ഷിച്ചു. സന്തോഷം എന്നിൽ വന്നല്ലോ. ഇത് ആരും തരാത്തതാണ്. ഭയങ്കര ആനന്ദമായിരിക്കും. അതെ, അപഹരിക്കാൻ കഴിയാത്തൊരാനന്ദം. പരസ്പരം തോളിൽ നിന്ന് കരങ്ങളിടാം. എല്ലാവരും പരസ്പരം തോളിൽ കരങ്ങളിട്ടുണ്ട്. തോളിൽ കരങ്ങൾ വെക്കുക, ചലിക്കുക അങ്ങോട്ടും ഇങ്ങോട്ടും. ആരും തരാത്ത വിധം ആ, ആനന്ദം തൻ സവിധം, എന്തോരാനന്ദം. ആരും തരാത്ത വിധം ആനന്ദം തൻ സവിധം. അനുദിനമധികം അനുഭവിക്കുന്നു, അനുഭവിക്കുന്നില്ലേ?
മോചിപ്പിച്ചു